പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഒബാദ്യായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം, 1-ാം തിരുവചനത്തിൽ തന്നെ കർത്താവ് ഇങ്ങനെ പറയുന്നു. ഒരു വചനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു, ജനതകളുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു, ജനതകളുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ദൂതൻ എന്ന് പറയുമ്പോൾ ഒരേ ഒരാളാണ്. ദൂത് ഉള്ള വ്യക്തി, സന്ദേശം ഉള്ള വ്യക്തി, ദൈവാത്മാവിൻ്റെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ള വ്യക്തി, അതാരുമായിക്കോട്ടെ, ഞാനെന്നോ ഒരു വൈദ്യനെന്നോ വചനപോഷണോ ഒന്നുമില്ല, ആരുമായിക്കോട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ പ്രിയ സഹോദരങ്ങളെ, ഈ എളിയ ദാസൻ്റെ വചനം ശ്രമിക്കുന്ന 500 1000 ആളുകൾ, അവരുടെ ഇടയിലേക്ക് അവരുടെ ആത്മാവിനെ സ്പർശിക്കുന്ന, ഇത് സത്യമാണ് ശരിയാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നിക്കുന്ന വചനങ്ങൾ പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയെ അയക്കപ്പെട്ടിരിക്കുന്നു. അത് എങ്ങോട്ടാണ് അയക്കപ്പെട്ടിരിക്കുന്നത്? ജനതകളുടെ ഇടയിലേക്ക് അയക്കപ്പെടും. ജനതകൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ വലിയ അർത്ഥമുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരെ അയക്കുന്നത് ബാബിലോൺ സംസ്കാരമുള്ളവർ, ഇസ്രായേൽ ജനം ഉള്ളവർ, അതുപോലെ തന്നെ അന്ന് ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന മറ്റു സംസ്കാരമുള്ളവർ, അങ്ങനെ കുറേ ആളുകളുണ്ടായിരിക്കും. പ്രത്യേകിച്ചും യേശുക്രിസ്തു ശേഷമാണെങ്കിൽ അന്ന് ബാബിലോൺ സംസ്കാരമുണ്ട്, റോമാ സാമ്രാജ്യമുണ്ട്, കത്തോലിക്ക സഭയുണ്ട്, യഹൂദ സംസ്കാരമുണ്ട്, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം നടുവിലേക്ക് ദൂതനെ അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ 2016 ആണ്ടിൽ ആണ് എനിക്ക് ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ അത് പറയാൻ വളരെ ഭയവും പേടിയായിരുന്നു. അത് ജനം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അച്ഛന്മാരെന്ത് വിചാരിക്കും, സഭയെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഭയപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും സന്ദേശങ്ങൾ കിട്ടുകയും വീണ്ടും ദൈവാത്മാവ് സംസാരിക്കുന്നത് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് വചനം എടുത്ത് വായിക്കുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാകാൻ തുടങ്ങിയത്. അതായത് ലോകാവസാന യന്ത്രത്തിലൂടെ എന്താണ് യന്ത്രങ്ങൾ, ഇന്നത്തെ യന്ത്രങ്ങളാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഡേറ്റും കാര്യങ്ങളും കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ കർത്താവായ യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട ജനങ്ങളെ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് 2025 എന്ന് എല്ലാവർക്കും അറിയാം. 2027 എന്ന ആ കാലഘട്ടം വലിയ അപകടം നിറഞ്ഞ കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കണം. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്ലാസ് ഇടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ ഈ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന ഈ ചാനലിൽ കൂടെ കേൾക്കുന്നത് അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങൾ ധ്യാനം കൂടാനോ ക്ലാസ് കൂടാനൊക്കെ വരുന്നവർക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ പൈതൽ മല എന്ന സ്ഥലത്ത് ഗ്രീൻ പാലസ് എന്ന് അറിയപ്പെടുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റിസോർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ വെച്ച് ഈ ക്ലാസ്സായിട്ടോ ഇത് ഒരു ധ്യാനമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ അങ്ങനെ ധ്യാനമായിട്ട് കണക്കൂട്ടി വരാം. അതല്ല ഒരു പഠന ക്ലാസ്, കർത്താവിൻ്റെ സന്ദേശം അയച്ച ചില കാര്യങ്ങൾ അറിയുവാൻ അല്ലെങ്കിൽ അത് ഗ്രഹിക്കുവാൻ മനസ്സിലാക്കാൻ ഉള്ള ക്ലാസ്സായിട്ട് കണക്കൂട്ടേണ്ടവർക്ക് അങ്ങനെ വരാം. ഇത് കർത്താവ് ജനതകളുടെ ഇടയിലേക്ക് ചില വ്യക്തികളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ദൈവാത്മാവ് സംസാരിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അതെന്തായാലും ഞാൻ കേട്ടേ അടങ്ങൂ, എനിക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ ആത്മാവിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാഴ്ചപ്പാടിലൂടെ വരാം. എന്തായാലും ഈ അടുത്ത മാസം ഏപ്രിൽ മാസം 4, 5, 6 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഗ്രീൻ പാലസ് എന്ന റിസോർട്ടിൽ വെച്ച് നിങ്ങൾക്കായിട്ട് ആദ്യത്തെ 20 പേർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് നടത്തുകയാണ്. ഇപ്പോൾ ഒരു പഠന ക്ലാസ് അല്ലെങ്കിൽ ധ്യാന ക്ലാസ് അല്ലെങ്കിൽ സന്ദേശ ക്ലാസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. അങ്ങനെ ഒരു ക്ലാസ്, ഒരു പ്രാർത്ഥന, ഒരു വചന കൂട്ടായ്മ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് ഈ പറഞ്ഞ ഡേറ്റിൽ ഏപ്രിൽ മാസം 4, 5 തീയതികളിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേനും ഒരു ദൂരദേശങ്ങളിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് മാത്രം വരാം. തുടക്കത്തിൽ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ അക്രൈസ്തവരെ തള്ളിക്കളയുകയല്ല, മറിച്ച് നമ്മൾക്ക് ആദ്യം ഈ രീതിയിലൊന്ന് ഒരുങ്ങാം. അതിനുശേഷം നമുക്ക് എന്താണ് ദൈവാത്മാവ് സംസാരിക്കുന്നതെന്ന് കണക്ക് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരും വിളിച്ച് ചോദിക്കട്ടെ, ഞങ്ങൾക്കായിട്ടൊരു ക്ലാസ് തരാമോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യം വന്നാൽ മാത്രം അവർക്കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ദേശിക്കണം. ക്രിസ്ത്യൻ
മതമെന്നില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മലങ്കര റീത്തോ ഏത് റീത്തും ആയിക്കൊള്ളട്ടെ, അത് നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ട കത്തോലിക്കരെന്നറിയപ്പെടുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വന്ന് ഈ ക്ലാസ് കൂടാവുന്നതാണ്. ആദ്യത്തെ 20 പേര്, ചെറിയ റിസോർട്ടാണ്, ചെറിയ സംവിധാനം. ആദ്യം തുടക്കം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആളുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ മറ്റ് സെൻറ്ററുകളിലേക്ക് മാറ്റാൻ സാധിക്കും. അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യാം. ആദ്യത്തെ 20 പേർക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 30 പേർക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാന ക്ലാസ്, അല്ലെങ്കിൽ പഠന ക്ലാസ്, അല്ലെങ്കിൽ വചന ക്ലാസ് നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻ്റെ ഫോൺ നമ്പറിൽ, ഇതിനകത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പേര്, വീട്ടുപേര്, ഇടവക, സ്ഥലം തുടങ്ങിയതെല്ലാം കൂടെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു 30 പേർക്ക് നമ്മൾ ആദ്യത്തെ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, യേശു ക്രിസ്തു രണ്ടാമതും വരാറായോ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നു, സമൂഹം എന്ന് പറയുന്നു, കാഴ്ചപ്പാടുകൾ എന്ത് പറയുന്നു, ശാസ്ത്രം എന്ത് പറയുന്നു, നിരീശ്വരവാദം എന്ത് പറയുന്നു, പ്രപഞ്ചം എന്ത് പറയുന്നു, പ്രകൃതി എന്ത് പറയുന്നു എന്നിങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയ അടിസ്ഥാനത്തിലുമൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എൻ്റെ സ്വന്തമായ അഭിപ്രായത്തിൽ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക. ദൈവവചനം പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു വാക്യം പറഞ്ഞത്. ഒബാദ്യയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ വരുന്നു: കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു, ജനതകളുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വലിയ ദൂതനാണെന്നോ ഞാൻ പ്രവാചകനാണെന്നോ അവകാശപ്പെടാനോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ ആ രീതിയിലല്ല പറയപ്പെടും. മറിച്ച് ചില കേൾക്കാത്ത വചനങ്ങൾ, ചില കേൾക്കാത്ത രഹസ്യങ്ങൾ, ചില കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, ചില യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അതിപ്രധാനമായ ലക്ഷണങ്ങൾ, പ്രകൃതി അതിനെ എങ്ങനെ കാണുന്നു, പ്രപഞ്ചം ഏത് രീതിയിൽ അതിന് ഒരുങ്ങിയിരിക്കുന്നു, പ്രപഞ്ചത്തിൽ എന്തെല്ലാം തെളിവുകൾ, എന്തെല്ലാം ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന് ഒരുക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി, അതായത് ശാസ്ത്രീയമായി, സയൻസ്പരമായി, വചനപരമായി, പ്രാപഞ്ചിക അടിസ്ഥാനത്തിൽ, പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം നിങ്ങൾക്ക് ക്ലാസ് തരുവാൻ വേണ്ടി ദൈവ കർത്താവ് എളിയദാസനെ എടുത്ത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് കൂടെ കൊണ്ടുവരണം. രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ധ്യാനത്തിന് വരുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിന് വരുമ്പോൾ ആധാർ കാർഡ് കൊണ്ടുവരണം. അതിന് മുമ്പ് പേര്, വയസ്സ്, ഇടവക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഏപ്രിൽ 4, 5, 6 തീയതികളിൽ പൈതൽമല ഗ്രീൻ പാലസ് എന്ന റിസോർട്ടിൽ വെച്ച് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും. ഇനി ഇതോടനുബന്ധിച്ച് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇതാണ്. അതായത് നമ്മൾ സഭയ്ക്ക് വിരോധമല്ല. ഈ എളിയദാസൻ സഭാവിരോധിയല്ല. എൻ്റെ കത്തോലിക്ക സഭ തലശ്ശേരി രൂപതയും എൻ്റെ ഇടവക പൊട്ടൻപ്ലാവ് ഇടവകയും, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന പൊട്ടൻപ്ലാവ് ഇടവകയും എന്നെ വെറുക്കുകയോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സഭാവിരോധിയുമല്ല. സഭയിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ല. എന്നെ ഒരു അച്ഛനോ മെത്രാനോ വിളിച്ച് ശാസിച്ചിട്ടില്ല. ഞാൻ ബിഷപ്പ് ഹൗസിൽ പോയി ബിഷപ്പിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ അദ്ദേഹമായിട്ട് പങ്കുവയ്ക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ലാനി പിതാവുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ മതബോധന ഡയറക്ടറായിട്ടുള്ള അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇടവ വികാരിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരും എതിര് പറയുകയോ വിലക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അംഗീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ക്ലാസ്സുകൾ എടുത്തുകൊള്ളുക, നിങ്ങൾ തയ്യാറായിക്കൊള്ളുക, നിങ്ങൾ തുടങ്ങിക്കൊള്ളുക, ബാക്കി നമുക്ക് വേണ്ട പോലെ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു. സഭ സന്തോഷത്തിലാണുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്, സഭയ്ക്ക് വിഷമമോ, സഭയിൽ പിളർപ്പോ, സഭയ്ക്ക് ക്ഷതങ്ങളോ, സഭയ്ക്ക് അസ്വസ്ഥതകളോ, സഭ ലജ്ജാവതിയോ ഒക്കെ ആകുന്നൊരു പശ്ചാത്തലം വരുമ്പോൾ അവിടെ മഹത്വം നൽകേണ്ടത് നമ്മുടെ ഭൂമിയിലെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശരീരമാണ് തിരുസഭ. ആ സഭയെ ശക്തിപ്പെടുത്തുവാനും, ആ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥമാകാനും, സഭയ്ക്ക് വേണ്ടി മുട്ടി നിൽക്കുവാനും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, സഭയെ ശക്തിപ്പെടുത്തുവാനും, സഭയെ ഉണർത്തുവാനും, ജനത്തെ ഉദ്ബോധിപ്പിക്കുവാനും, പഠിപ്പിക്കുവാനും കാലാകാലങ്ങളിൽ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ അയക്കും. അത് ഞാനാവണമെന്നില്ല, അല്ലെങ്കിൽ സന്തോഷ് കരുമത്ര ആകണമെന്നില്ല, അല്ലെങ്കിൽ വട്ടായച്ചനാകണമെന്നില്ല, അല്ലെങ്കിൽ ഡൊമിനിക് വളാലച്ചനാകണമെന്നില്ല. ആരെങ്കിലുമൊക്കെ അവരെപ്പോലെ ആരെങ്കിലുമൊക്കെ
കർത്താവിൻ്റെ സന്ദേശം ലോകത്തെ, ജനത്തെ, സഭയെ ഒരുക്കുവാൻ അതാത് കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം യേശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ അറിയാം. യേശയ്യാപ്രവാചകന്റെ പുസ്തകം മുതലിട്ട് നോക്കിക്കഴിഞ്ഞാൽ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം വരുമ്പോൾ അതിനെക്കുറിച്ച് യേശയ്യാപ്രവാചകനിൽ കൂടിയാണ് നമുക്ക് യേശുക്രിസ്തു വരുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചത്. മറ്റൊരു പ്രവാചകനും അങ്ങനെ പ്രവാചകനിൽ കൂടെ യേശുക്രിസ്തു വരുന്നതിനെക്കുറിച്ച് വിശദീകരണത്തിൽ എഴുതിയിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ ആ പ്രവാചകനുള്ള ആ വ്യക്തിയിൽ കൂടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവൻ യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, അവൻ അനേകം ജനതകളുടെ രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അതേപോലെ പിന്നീട് വന്നപ്പോൾ ജനത്തെ ഒരുക്കാൻ വേണ്ടി സ്നാപയോഹന്നാൻ വന്നു. അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയേക്കല്ലോ, നിങ്ങൾ കൽപ്പിച്ചത് ആര്? ഞങ്ങളുടെ അബ്രാഹമുണ്ട്, പൂർവിതായ അബ്രാഹമിനെ ഞങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കേണ്ട. എന്നാൽ അബ്രാഹത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ സ്നാപകന്റെ പുസ്തകം. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്നാപകൻ വന്നു. അപ്പോൾ ദൈവം സ്നാപകനെ അയക്കേണ്ട സമയത്ത് അയച്ചു. അതിനുശേഷം യേശുക്രിസ്തു ഭൂമിയിലേക്ക് ആ സമയത്ത് യേശുക്രിസ്തു വന്നു. അതിനുശേഷം അപ്പസ്തോലന്മാർ വന്നു. അങ്ങനെ കാലാകാലഘട്ടങ്ങളിൽ യുഗം അതിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ കടക്കുമ്പോൾ, യുഗാന്ത്യം എന്ന പരമസത്യം അടുത്തടുത്ത് വരുമ്പോൾ, അതുകൊണ്ടാണ് കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എഴുതിയത് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അതൊക്കെ പ്രത്യേക വചനമാണ് പ്രിയപ്പെട്ടത്. അതൊരു വചനത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സിൽ എടുക്കാനൊക്കെയുള്ള വചന ക്ലാസ് എന്ത് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ക്ലാസ്സിലൊക്കെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എവിടെ വരെ എത്തി, അത് യാഥാർത്ഥ്യമാണോ സത്യമാണോ പഠിക്കുന്നതിനും അതിനായിട്ട് ഒരുങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ശക്തമായ ഒരുക്കം നടക്കുന്നതിനും, നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ ജീവിതം പോലുള്ള ജീവിതമല്ല, സാധാരണ പോലുള്ള ക്ലാസ്സുകളല്ല, സാധാരണ പോലെയുള്ള സുവിശേഷമല്ല, പ്രത്യേകിച്ചും സുവിശേഷത്തിനല്ല ക്ലാസ്സുകൾ വരിക, അത് വെളിപാട് ഗ്രന്ഥത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലാസ് വരിക. കാരണം വെച്ചാൽ അതൊരു വെളിപ്പെടുത്തലാണ്. ഞാൻ പറഞ്ഞല്ലോ യേശുക്രിസ്തു വെളിപ്പെട്ടു. ആ യേശുക്രിസ്തു വരേണ്ട കാലഘട്ടം വന്നപ്പോൾ യേശുക്രിസ്തു എന്ന വ്യക്തി ലോകത്ത് വെളിപ്പെട്ടു. അദ്ദേഹം ശരീരരൂപം പ്രാപിച്ചൊരു മനുഷ്യനാണ് നമ്മൾ കണ്ടു. ആ മനുഷ്യൻ്റെ വാക്കുകളും വചനങ്ങളുമാണ് പിന്നീട് സുവിശേഷം എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തെ കണ്ട ആളുകളാണ് അപ്പസ്തോലന്മാരെ മനസ്സിലാക്കി അപ്പസ്തോലന്മാർ എഴുതിയ വചനങ്ങൾ, ലേഖനങ്ങൾ നമ്മൾ വായിച്ചു. അതിനുശേഷം വെളിപാട് ഗ്രന്ഥം വെളിപ്പെടുത്തിക്കൊണ്ടെഴുതുന്ന യോഹന്നാൻ്റെ വെളിപാടുകൾ നമ്മൾ കണ്ടു. അതെല്ലാം കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തലുകളാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇനി ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ, ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ, ലോകം കാണാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ണിൻ്റെ കാഴ്ച, ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനുഷ്യൻ നിഷ്കരണം തള്ളിക്കളയുന്ന സത്യം, ഒരു മനുഷ്യനും അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനോ അംഗീകരിക്കുവാനോ പറ്റാത്ത പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മ, പ്രപഞ്ചം ഇല്ലാതെയായി പോവുക, സ്വർഗം എന്നത് വെറും സാങ്കല്പ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ സ്വർഗരാജ്യം ഇറങ്ങി വരുന്ന അവസ്ഥ, കണ്ണുകൊണ്ട് കാണുന്ന പ്രപഞ്ചം ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ കൺമുമ്പിൽ തന്നെ കത്തിച്ചാമ്പലായി അമർന്ന് ആണവ സ്ഫോടനത്തിൽ നിർവീര്യമായി ഇല്ലാതെ പോകുന്ന അവസ്ഥ, ഇതൊക്കെ അടുത്ത് എത്തപ്പെട്ട യുഗങ്ങളുടെ അന്തിമ കാലഘട്ടം നമ്മിൽ വന്നെത്തിയിരിക്കുമ്പോൾ അത് എവിടെ വരെ പഠിക്കുന്നതിനും അതിന് എന്നാൽ കഴിയുന്ന ഒരു സ്റ്റെപ്പ് യേശു ക്രിസ്തുവിലേക്ക് വളരുന്നതിനും, ആ വളർന്ന് വിശുദ്ധി പ്രാപിച്ച യേശുവിൻ്റെ വരവിനായിട്ടൊരു ഒരുക്കം നടത്തി ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനും താല്പര്യമുള്ള ഏതൊരു വ്യക്തി, കത്തോലിക്ക സഭയിലെ വ്യക്തികൾക്ക്, ഏതൊരു വ്യക്തികൾക്കും ഈ ക്ലാസ്സുകളിലേക്ക്, ഈ ധ്യാന ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ വചന പഠന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻകൂട്ടി അറിയിച്ച് രജിസ്റ്റർ ചെയ്യാതെ ആർക്കും വരാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഏപ്രിൽ 4, 5 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വഴികൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിലും അറിയാം. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ള ആരെങ്കിലുമൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ വന്ന് എങ്ങനെയാണ് പൈതൽമല ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് സംശയമുള്ള ആരെങ്കിലും വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് വഴി പറഞ്ഞ് എവിടെ നിന്നാണ് ചോദിച്ചിട്ട് അവർക്ക് വഴി പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു 20-30 പേരുടെ താഴെയുള്ള ആളുകൾ നമുക്ക് തുടക്കത്തിലെ ക്ലാസ്സുകൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് യേശു ആരാണ്, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തുക, മനസ്സിലാക്കുക. അല്ലാതെ ഒരു യേശു എന്ന് പറയുന്നത് എവിടെയോ എന്നോ ജനിച്ചൊരു വ്യക്തിയാണ്, നമുക്ക് വെറും സാങ്കല്പികമാണിത്, അത് കുറേ ദൈവവചനം പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു, അങ്ങനെയല്ല. അതിനപ്പുറത്തേക്കൊക്കെ ഒത്തിരി സത്യങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഒരു 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 ദൈവവചനം എന്ന് പറയുമ്പോൾ അതിന് ചില ഘടകങ്ങളുണ്ട്, ചില ഘട്ടങ്ങളുണ്ട്.
അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ്, ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിക്കാൻ പറ്റുമ്പോഴാണ് നമുക്കതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെതായ വഴിക്ക് വഴി നമ്മൾ ചിന്തിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ നമുക്ക് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേദനകൾ അനുഭവിച്ചാൽ, സഭയ്ക്ക് പ്രശ്നങ്ങളുണ്ടായാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥമാകാൻ, അവരെ ഉണർത്തുവാൻ, ഉയർത്തുവാൻ, ശക്തീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. കാരണം നാം ആയിരിക്കുന്നത്, നമ്മളെ വളർത്തിയിരിക്കുന്നത്, നമ്മളെ ഈ രീതിയിൽ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സഭ തന്നെയാണ്. സഭയിൽ കൂടെയാണ്, കത്തോലിക്ക സഭയിൽ കൂടെയാണ് നമ്മളൊക്കെ വിശ്വാസം സ്വീകരിച്ചത്, ക്രിസ്തുവിനെ കണ്ടത്, അറിഞ്ഞത്, പഠിച്ചത്, ഇപ്പോൾ കണ്ടും കേട്ടുമിരിക്കുന്നത്. സഭയ്ക്ക് ചില പ്രശ്നങ്ങൾ, തകർച്ച ഉണ്ടാവാം, ചില ക്ഷീണങ്ങൾ സംഭവിക്കാം, അല്ല സഭാവിശ്വാസം നഷ്ടപ്പെട്ടേക്കാം, ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ഇതൊന്നും നമ്മുടെ മുമ്പിൽ ക്രിസ്തുവിൽ നിന്നുള്ള അകൽച്ചയ്ക്ക് കാരണമാകരുത്. മറിച്ച് ഇതൊരു നന്മയുടെ വശമായിക്കൊണ്ട് കൂടുതൽ തീക്ഷ്ണത സ്വീകരിക്കാൻ, തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷ്യമാകുവാൻ, യേശു ക്രിസ്തുവിൻ്റെ തീപ്പന്തങ്ങളായിട്ട് മാറുവാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി തിളങ്ങുന്ന നക്ഷത്രങ്ങളാകുവാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ സുവിശേഷവും, സനാതന സുവിശേഷവും, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കവും നടത്തിക്കൊണ്ട് സാക്ഷ്യമാകുവാൻ, ഒരു ശക്തിയാകുവാൻ, ഒരു തീക്ഷ്ണ ജ്വലനം സംഭവിക്കുവാൻ നമുക്ക് ഇത്തരം ക്ലാസ്സിൽ കൂടെ നമുക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സ്പർശിക്കും. നമ്മൾ പലതും കാണും. യേശുവിനെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കും. ശരിയായ പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മളൊക്കെ പറയും, നമ്മുടെ കത്തോലിക്ക സഭയിലൊക്കെ നമ്മൾ പറയും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്നൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് എന്ന ആ വ്യക്തി, ആ വലിയ അഗ്നി, ആ ശക്തി, ആ ജ്ഞാനം, ആ അറിവ്, അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിരൂപം, അത് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വലിയൊരു ചലനമുണ്ട്. നമ്മളെ അത് സ്പർശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അത് നമ്മളിൽ വർക്കൗട്ട് ആവുന്നത്, നമ്മളെ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മളല്ലാതെയായി മാറും. നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു മകനോ മകളോ ആയിട്ട് മാറുന്നു. അങ്ങനെ മാറിയില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നതും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വിശ്വസിക്കും സ്വർഗമുണ്ടെങ്കിൽ നരകം, അല്ലെങ്കിൽ പാതാളമുണ്ടെങ്കിൽ സ്വർഗമുണ്ട്. ഇത് രണ്ടും ഇരുളും വെളിച്ചവും പോലെയാണ്. ഇരുള് ആയിട്ടുള്ള സംഭവം നടക്കുമ്പോൾ വെളിച്ചം കുറേ ദൂരെയായിരിക്കും, വെളിച്ചമായിട്ടുള്ളത് നടക്കുമ്പോൾ ഇരുൾ കുറേ ദൂരെയായിരിക്കും എന്നതുപോലെ ഇത് രണ്ടും ഒരു സംഭവത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായി മുമ്പിൽ വന്നു കഴിയുമ്പോൾ അയ്യോ, ഇതൊക്കെ ഏതോ വൈദികരോ കുറേ സഭയിലൊക്കെ ഇങ്ങനെ യേശുവിനെ കുറിച്ച് കേട്ടായിരുന്നു, സ്വർഗ്ഗനരകളെക്കുറിച്ച് കേട്ടായിരുന്നു, എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ല എന്ന് പെട്ടെന്ന് ചിന്തിക്കുന്നതിൽ ഒരർത്ഥമില്ല, അത് നടക്കില്ല. അപ്പോൾ വലിയ തകർച്ചകളിലേക്ക്, സാമ്പത്തിക തകർച്ച, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലഭ്യതയില്ലായ്മ, വാഹന ഗതാഗതം നിന്നുപോയ അവസ്ഥ, കൊറോണ പോലത്തെ ബ്ലോക്കുകൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇനി അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തകർച്ച വരുമ്പോൾ നമ്മൾ വളരെ വറീഡായിട്ട് കാര്യമില്ല, നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അതിനുള്ള മുന്നറിയിപ്പുകൾ, തയ്യാറെടുപ്പുകൾ നമുക്ക് നേരത്തെ എടുക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഓരോ കാര്യങ്ങളും അതാത് കാലഘട്ടങ്ങളിൽ തൻ്റെ ദൂതന്മാരെ അയച്ച്, സ്നാപനാനെ അയച്ചു. അതിനുശേഷം യേശു പുത്രനായ ദൈവമായിട്ട് മനുഷ്യവിൽ തന്നെ നേരിട്ട് വന്ന് സംസാരിച്ചു. അതിനുശേഷം അപ്പസ്തോലന്മാരിൽ കൂടെ ലോകം മുഴുവനും കർത്താവിനെ അറിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വചനപ്രഘോഷണം, ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ധാരാളം വൈദികരും അതിനെപ്പോഴും ലോകത്തൂടെ ഓടി നടന്ന് കർത്താവിൻ്റെ സുവിശേഷം പറയുന്ന അവസ്ഥ, അത് സുവിശേഷത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് യേശുവിൻ്റെ ഒരുക്കത്തിൻ്റെ ചിന്തകൾ എല്ലാം നമുക്ക് ലഭിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിൽ അതാത് ദൈവത്തിൻ്റെ ദൂതുകളെ അറിയിക്കുവാൻ, സന്ദേശത്തെ അറിയിക്കുവാൻ, ജനത്തെ ഒരുക്കുവാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ വ്യക്തിയെ ദൈവം ഒരുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെയും ദൈവം എടുത്തുപയോഗിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരനെ, ഏപ്രിൽ മാസം 4, 5 തീയതികളിൽ നമുക്ക് നമുക്ക് ഒരുമിച്ച് കാണുവാനും കർത്താവിൻ്റെ കൂടെ ഒരുമിച്ചിരിക്കുവാനും യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ ഇരുന്നതുപോലെ ഇരുന്ന് ശരിക്കും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും യേശുവിൻ്റെ വരനായിട്ട് ഒരുങ്ങാനും നമുക്ക് ഈ കാലഘട്ടങ്ങൾ ഉപയോഗിക്കാം. കാരണം ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ പറ്റി. നമുക്കിനി അടുത്ത കൊല്ലം ആയിക്കോട്ടെ, അല്ലെ 2 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം. അങ്ങനെ ചിന്തിക്കാനൊരു സമയമില്ല. സമയം ഏറ്റവും തീർന്ന കാലഘട്ടത്തിൽ നമ്മളുള്ളത്. ഇത് 2 വർഷം മുമ്പ് ഇതിൻ്റെ അധികാരികളെയൊക്കെ ഞാൻ അറിയിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് അനുവദനീയമായില്ല. അപ്പോട്ടെ, അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത നിമിഷം ഇനി എന്ത് ചെയ്യാൻ കഴിയും, അതുമാത്രമാണ് നമ്മുടെ മുമ്പിലെ ചിന്ത. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നമ്പറുണ്ട്. എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. നേരിട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം.
ബുക്ക് ചെയ്യുന്നവർ എത്തുന്ന വഴികളും കാര്യങ്ങളും സംശയമുണ്ട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യമാണ് നിങ്ങൾ പറയാനുള്ളത്. ഒരു ആളെ വന്നുള്ളൂ എങ്കിലും ഇങ്ങനെ ഒരു ക്ലാസ്സും ധ്യാനം അല്ലെങ്കിൽ ഒരു ക്ലാസ് വെച്ചു, അല്ലെങ്കിൽ ഒരു ധ്യാനം ഇങ്ങനെ വെച്ചിരിക്കുന്നു, അതിനകത്ത് ആകെപ്പാടെ ഒരാളെ വന്നുള്ളൂ എങ്കിലും ഞാൻ ആ ഒരാൾക്ക് വേണ്ടിയും ഈ ക്ലാസ് കൊടുക്കും. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരാളായിരിക്കും നിത്യജീവൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു വ്യക്തി. കാരണം ആ മനുഷ്യൻ എവിടെന്നെങ്കിലും ആരെങ്കിലും വരികയെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കേട്ടേക്കാം, എന്താണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ദൂരെ നിന്നൊക്കെ ആയിരിക്കും വരിക. ആളെ പേര് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കയറി വരികയാണ്. അദ്ദേഹത്തിന് ഇവിടെ ആളില്ല, ഇവിടെ 30-40 പേരെ പ്രതീക്ഷിച്ചത് 20 പേരെ പ്രതീക്ഷിച്ച് ആരും വന്നിട്ടില്ല, ഒരാളെ കൊണ്ട് ധ്യാനം ഇല്ല എന്നൊന്നും പറഞ്ഞ് ക്ലാസ് ഇല്ല എന്നൊന്നും പറഞ്ഞ് വിടുകയില്ല. ആ ഒരാളെ യേശുവിന് വേണ്ടി ഒരുക്കും. ആ ഒരാൾക്ക് വേണ്ടി ഈ ക്ലാസ്സുകൾ ഒരുക്കി കൊടുക്കും. ആ ഒരാളായിരിക്കും നിത്യജീവൻ്റെ ഉടമസ്ഥാവകാശമുള്ള ശരീരത്തിൻ്റെ മഹത്വമുള്ള വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം. വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ടില്ല. വിശ്വാസം എന്നാൽ ഒന്നാം ഘടകം വേണം. വിശുദ്ധി, ഹൃദയവിശുദ്ധി, അത് വേണം. ഹൃദയവിശുദ്ധി അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് രൂപാന്തരീകരണം. രൂപാന്തരപ്പെടുക. എന്താണ് രൂപാന്തരീകരണം എന്ന് വിശദമായി പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കൂടെ പറയാം. മറ്റൊന്നാണ് ഫലം ചൂടുക. ഒരു തെങ്ങ് അല്ല വെച്ചു 10-30-40 വർഷമായിട്ട് തെങ്ങ് വലിയ ഉയരത്തിൽ വളർന്നുകൊണ്ട് ഇഷ്ടംപോലെ ഇലയുണ്ട്, പൂവും അവത്തിൽ വിരിയുന്നുണ്ട്. പക്ഷേ ഫലം ചൂടുന്നില്ല, കായില്ല. എന്ത് കാര്യമാണ് തെങ്ങ് കൊണ്ട്? അത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, അത് വെട്ടി ദൂരെ എറിയുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, കർത്താവെ ഈ അത്യവർഷം ഇവിടെ നിൽക്കട്ടെ, ഒരു 3 വർഷം കൂടെ നിൽക്കട്ടെ, ഞങ്ങളൊരു ഈ അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് ഞങ്ങളൊന്ന് ഒരുക്കി അതിനെ ശുശ്രൂഷിച്ചൊന്ന് പരിപാലിക്കാം, അടുത്ത വർഷം അത് ഫലം തന്നേക്കാം, ഇല്ലെങ്കിൽ കർത്താവ് ഇനി അത് കളഞ്ഞുകൊള്ളുക എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വെട്ട്, സർവശക്തനായ ദൈവം ഭൂമിയെ വെട്ടുവാൻ തൻ്റെ ആയുധങ്ങൾ ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പ്രിയ. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനം അതിൻ്റെ 1-18 കർത്താവ് പറഞ്ഞു ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ക്രോധമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ക്രോധത്തിൻ്റെ രൂപമാണ് ആണവ മിസൈലുകൾ. അത് വന്ന് വീഴുന്നിടം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ ആവശ്യമില്ല, അത് ശാസ്ത്രീയ വശമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെല്ലാം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ചില സത്യങ്ങളുണ്ട്. അപ്പോൾ ഈ ക്രോധത്തിൻ്റെ വരവിൻ്റെ കാലഘട്ടം എത്തപ്പെട്ടു. നമുക്ക് ചുരുങ്ങിയ സമയം നമ്മുടെ മുമ്പിലുണ്ട്, ചുരുങ്ങിയ സമയം. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടൊക്കെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവർ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥമാൻ, അനേകർക്ക് വേണ്ടി ദൈവരാജ്യത്തിനെ പകർന്നു കൊടുക്കാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ നമുക്ക് ഒരുങ്ങാൻ, അതിനുശേഷം നമ്മുടെ ഒരുക്കത്തിൽ കൂടെ കർത്താവ് ബാക്കി പ്രവൃത്തികൾ ഏറ്റെടുക്കും. അത് ദൈവത്തിൻ്റെ അത്ഭുതത്തിന് നമുക്ക് കൈവിടാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി ഒന്നൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് സംശയം ഒക്കെ നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ രീതിയിൽ ഉള്ളവർ നിങ്ങൾ വിളിച്ച് ക്ലാസ്സുകൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്സുകൾ, സ്ഥലങ്ങൾ റിസോർട്ടിലെ സംവിധാനങ്ങളാണ്, അല്ല ഹാള് കാര്യങ്ങളോ ഓഡിറ്റോറിയം ഒന്നുമല്ല. അപ്പോൾ വരുന്നവർക്ക് വേണം കിടക്കുവാനുള്ള സ്ഥലം, ഭക്ഷണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ക്ലാസ് ഇങ്ങനെ പറയാൻ തന്നെ കാരണം, ഇങ്ങനെ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണം, ഈ ഒബാദ്യയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനമാണ്. അതായത് കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു, ജനതകളുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഞങ്ങളെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് നമുക്കറിയാം ഒബാദ്യ എന്ന പ്രവാചകൻ മാത്രമായിരിക്കില്ല. ഈ ഒബാദ്യ എന്ന പ്രവാചകൻ്റെ കൂടെ മറ്റ് ചിലപ്പോൾ വേറൊരു പ്രവാചകനോ അദ്ദേഹത്തിൻ്റെ സഹപാഠിയോ സഹവർത്തിത്വമുള്ളവനോ അദ്ദേഹത്തിൻ്റെ ടീമിൽപ്പെട്ട വ്യക്തികളോ 1-2 അധികം ആളുകൾക്ക് ഇതുപോലെ ദൂതുകൾ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ വചനത്തിനും, ദൈവത്തിൻ്റെ ഓരോ അക്ഷരത്തിന് പോലും, ദൈവവചനത്തിൻ്റെ ഒരു അക്ഷരത്തിന് പോലും അർത്ഥവും കുത്തും കോമയും വിലയും നിലയുമുണ്ട്. അതിൻ്റെ കണക്ക്, സാഹചര്യം എല്ലാം അതിനകത്തുണ്ട്. ദൈവവചനം അത്ര ശക്തമാണ്. ദൈവവചനം എന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിന് വളരെ വ്യത്യസ്തമാണ്. ഒരു സാധാരണ ശബ്ദമോ സാധാരണ സ്വരമോ ഒന്നുമല്ല. നമ്മൾ വായിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവവചനം പറയുകയാണ് ചെയ്യേണ്ടത്. അതായത് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ മനസ്സിലാക്കാം, കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു,
ജനതകളുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. അതിങ്ങനെ പറയുകയാണ്. ഇതൊരു ദൈവം പറഞ്ഞ ഒബാദിയോട് പറഞ്ഞത്, ഒബാദിയ എന്ന പ്രവാചകൻ അതേപടി എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ വായിക്കും, കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു, ജനതയുടെ ഇടയിലേക്ക് ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേൽക്കുക, അവൾക്കെതിരെ നമുക്ക് യുദ്ധത്തിന് എടുക്കാം, ഞാൻ നിന്നെ ജനതയുടെ ഇടയിൽ നിസ്സാരമാക്കും. അതങ്ങനെ ഇതാണ് വായിക്കുക എന്ന് പറഞ്ഞു. വായനയല്ല, ഓരോ വചനവും ദൈവവചനവും. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ദിവസം, സാഹചര്യം, സമയം, പശ്ചാത്തലം, ഘടന, അതിനകത്തെ രാസസ്വഭാവം, അതിൻ്റെ കണക്കുകൾ, അതിനകത്തെ ജൈവ സ്വഭാവം, അതിനകത്തെ ദൈവസ്വഭാവം, അതിനകത്തെ ആത്മാവ്, അതിനകത്തെ കാലഘട്ടം, അതിനകത്തെ ഡേറ്റ്, എല്ലാം 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 ഉൾക്കൊണ്ട ഒരു സത്യമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അത് അത്രമാത്രം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ പശ്ചാത്തലവും മനസ്സിലാക്കി വന്നെങ്കിലേ നമുക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തെ ഒരു വ്യക്തി ഗ്രഹിക്കുക അഥവാ മനസ്സിലാക്കുക അഥവാ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ പഠനമോ സാധാരണ ചിന്തകളോ അല്ല. കാരണം അത്ര പൈശാചിക ലോകത്ത് വ്യാപരിക്കുന്ന ഈ കാലഘട്ടങ്ങളിലാണ് ദൈവവചനത്തെ അതിൻ്റെതായ ആംഗിളിൽ ഇരുന്ന് നമ്മൾ ഗ്രഹിക്കണം. ഒരു സാധാരണ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല ദൈവവചനം. അതിലെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൂഹം സഹായിക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ നയിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുമാറാകട്ടെ, ഭരിക്കുമാറാകട്ടെ, നിയന്ത്രിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് എല്ലാ വിധത്തിലും മുന്നോട്ട് നയിക്കട്ടെ. ദൈവത്തിൻ്റെ സർവ്വസ്ഥനായ യേശു ക്രിസ്തു തിരുത്തം നമുക്ക് ചുറ്റും പാളയമടിച്ചെന്ന് സംരക്ഷിക്കട്ടെ. സകലവിധ അശുദ്ധാത്മാവ്, സകലവിധ രോഗങ്ങൾ, സകലവിധ തകർച്ചകൾ, അസ്വസ്ഥകൾ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുകയും കർത്താവായ യേശു ക്രിസ്തു തിരുത്തൻ്റെ കോട്ട സംരക്ഷണം നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, സമൂഹത്തിന്, നമ്മുടെ ഇടവയ്ക്ക് ചുറ്റും, നമ്മുടെ സഭയ്ക്ക് ചുറ്റും ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അതനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുമാറാകട്ടെ. ആമേൻ.